ഒപെക്കിൽ നിന്നും യു പിന്മാറിയിട്ടുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണമായി യുഐയിൽ ഉണ്ടാവാൻ പോകുന്ന ഇമ്പാക്ട്, സൗദി അറേബ്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട്, അതുപോലെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്, അതുപോലെ ഒപെക്കിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണെന്നാണ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ആവട്ടെ, സൗദി അറേബ്യ ആവട്ടെ, അവിടെയൊക്കെ ഒരുപാട് ഇന്ത്യൻസ്, പ്രത്യേകിച്ചും മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അവിടെ ഇത് കാരണമായി എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആദ്യം ഒപെക് എന്താണെന്ന് പറയാം. ഒപെക് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. 12 കൺട്രീസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവർ 40% ഗ്ലോബൽ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ 18% ഓഫ് ദി വേൾഡ് പ്രൂവൻ റിസർവ്സ് ഇവരുടെ കൺട്രോളിലാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവർ ഈ ഒരു കാർട്ടൽ എത്രത്തോളം, ഈ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം പവർഫുൾ ആണെന്നും അതുപോലെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും. അതിൽ നിന്നാണ് ഇപ്പോൾ പിന്മാറിയിട്ടുള്ളത്. ഈ ഓർഗനൈസേഷന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ കോട്ട തീരുമാനിക്കുക എന്നുള്ള, ഈ മെമ്പർ കൺട്രീസ് തമ്മിൽ ഇത്രേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇത്ര എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു കോട്ട തീരുമാനിക്കുക. അതുപോലുള്ള ഒരു കാര്യമാണ് സ്റ്റെബിലൈസ് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുക. അതുപോലെ ഈ പ്രോഫിറ്റ് ആർക്കും നഷ്ടമില്ലാതെ, ഈ മെമ്പേഴ്സ് കൺട്രീസിന് ആർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു പ്രോഫിറ്റ് എല്ലാവർക്കും നേടിക്കൊടുക്കുക എന്നൊക്കെയാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത് സൗദി അറേബ്യയാണ്. 8.96 മില്യൺ ബാരൽ പെർ ഡേ ആണ് നടത്തുന്നത്. അതുപോലെ ഇറാഖ്, പിന്നെ ഇറാൻ, ആണ്. ഈ ന്റെ എന്ന് പറയുമ്പോൾ 3.2 മില്യൺ ബാരൽ പെർ ഡേ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം എത്രത്തോളം ഈ ഒരു ഓർഗനൈസേഷന് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി ഒപെക്കിൽ നിന്നും പിന്മാറി കഴിഞ്ഞാൽ സൗദി അറേബ്യക്കും ഒപെക്കിനും ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം ഒപെക്കിന്റെ തന്നെ നോക്കാം. ഒപെക്കിന്റെ was OPEC's third largest producer and held the second largest extra capacity. അതായത് തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറുമാണ് അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്ട്രാ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇവർ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ, ഒപെക്കിൽ നിന്നും എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ദ ഗ്ലോബൽ ഓയിൽ സപ്ലൈയിൽ നിന്നും 30% നിന്നും 26% കുറയും. അതായത് 4% ഇവർ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ കുറയും ഗ്ലോബൽ ഓയിൽ സപ്ലൈന്റെ ഒപെക്കിന്റെ ഷെയർ. ഓക്കെ, അതുപോലെ തന്നെയാണ് മറ്റൊരു റിസ്ക് ആണ് അനലിറ്റിക്സ് എക്സ്പേർട്സ് പറയുന്നത് ബിഗിനിങ് ഓഫ് ദി എൻഡ് ഫോർ ഒപെക്കിന്റെ ഒരു അന്ത്യത്തിന്റെ തുടക്കമാണ് ഇത് എന്നാണ് പറയുന്നത്. അതായത് പല രാജ്യങ്ങളുണ്ട്, അവർക്ക് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക അതിനേക്കാൾ കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഓക്കെ, ഈ കോട്ട ഉള്ളത് കൊണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങും. പ്രത്യേകിച്ചും കസാക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിയണോ എന്നുള്ള കാര്യം തീരുമാനിക്കും. അങ്ങനെ അവരും ഒഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒപെക് പിന്നെ ഇല്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഒപെക്കിന് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഇനി സൗദി അറേബ്യന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ അവരുടെ ബഡ്ജറ്റിലുള്ള റവന്യൂ എന്ന് പറയുന്നത് 70% മുതൽ 80% വരെ അവരുടെ ബഡ്ജറ്റ് റവന്യൂ എന്ന് പറയുന്നത് ഈ ഓയിൽ എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ്. അതാണ് അവരുടെ ബഡ്ജറ്റിലെ 80% വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യമുണ്ട്, അതായത് സൗദി റിഫ്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് കാലങ്ങളായിട്ട് സൗദിയും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. അതായത് ടേംസിൽ തന്നെയാണ്, പക്ഷെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ട്, സ്ട്രാറ്റജിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോൾ ഈ ഒരു ഒപെക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സൗദിയാണ് ഒപെക്കിൽ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, വലിയൊരു നഷ്ടം സൗദി അറേബ്യക്ക്, അതായത് അവരുടെ പ്രൊഡക്ഷൻ ഒക്കെ കട്ട് ചെയ്തിട്ട് വലിയ തരത്തിലുള്ള ഒരു നഷ്ടം ഒരുപക്ഷെ സൗദി അറേബ്യക്ക് ഉണ്ടാവാം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യയുടെ റവന്യൂ കുറയും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതായത് അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ഒരു പ്രശ്നങ്ങൾ വരും. മൊത്തത്തിൽ അവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി അവിടെ, അതായത് ഈ ഒരു എഫക്റ്റിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം പ്രൈസ് സ്റ്റെബിലിറ്റി നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്ഷൻ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൊഡക്ഷൻ കട്ട് ചെയ്യുമ്പോൾ അവരുടെ റവന്യൂ കട്ടാവും. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് സൗദി അറേബ്യക്ക്. അങ്ങനെ വലിയൊരു ബേർഡൻ സൗദി അറേബ്യ എടുക്കേണ്ടി വരുമെന്നാണ് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ. ഇനി യു ഐ എന്തിനാണ് ഈ ഒരു ഒപെക്കിൽ നിന്നും ഇപ്പോൾ പിന്മാറുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനൊറ്റ ഒരു തീരുമാനമേ ഉള്ളൂ. അതായത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒപെക്കിന്റെ അഗ്രിമെന്റ് പ്രകാരം ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 3.2 മില്യൺ ബാരൽ പെർ ഡേ ആണ്. ഓക്കെ, എന്നാൽ ഈ യുദ്ധത്തിന് തൊട്ട് മുൻപ് ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതായത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. 4.8 മില്യൺ ബാരൽ പെർ ഡേ ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ അഗ്രിമെന്റ് ഉള്ളതുകൊണ്ട്, ഒപെക്കിന്റെ അഗ്രിമെന്റ് കോട്ട ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഓൺലി പ്രൊഡ്യൂസ് 3.2 മില്യൺ ആണ്. 3.2 മില്യൺ ബാരൽ പെർ ഡേ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവർ ഇതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ, അതായത് ഈ കോട്ട ഫെസിലിറ്റി ഒപ്പക്കിൽ നിന്നും ചേഞ്ച് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം 4.8 മില്യൺ ബാരൽ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ അതായത് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2027 ആകുമ്പോഴേക്കും 5 മില്യൺ ബാരൽസ് പെർ ഡേ ആക്കണം എന്നാണ്. അതായത് അവരുടെ കപ്പാസിറ്റി അത്രത്തോളം ഉയർത്തണം എന്നാണ് യുഐന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയാലേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. അത് ഇമ്പാക്ട് ആണ്. അതായത് ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവർക്കുള്ള ഇമ്പാക്ട്, അവർക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് സെൽ ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടുള്ള റവന്യൂ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഷോർട്ട് ടേം മാർക്കറ്റ് റിയാക്ഷൻസ് ഉണ്ട്. അതായത് ഇമ്മീഡിയറ്റ് പ്രൈസ് ഇമ്പാക്ട് ഹാവ് ബീൻ മ്യൂട്ടേറ്റഡ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൈസിൽ ഇമ്പാക്ട്സ് ഉണ്ടാകും. പക്ഷെ അത് ഇപ്പോഴുള്ള നമുക്കറിയാം സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലെ ഇഷ്യൂസ് ഉണ്ട്, ടെൻഷൻസ് ഉണ്ട്. അതുപോലെ ഈ വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഇമ്പാക്ട് ഒന്നും പുറത്ത് കാണിക്കില്ല. കാരണം ഓൾറെഡി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇത് കാരണമായിട്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതായത് ഷോർട്ട് ടേമിൽ ചെറിയ ഇഷ്യൂസ് യുഐക്ക് ഉണ്ടാവും. കാരണം അതിന് പക്ഷേ ഓൾറെഡി ഇപ്പം നമുക്കറിയാം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നഷ്ടമൊന്നും യുഐക്ക് ഉണ്ടാവില്ല. എന്നിരുന്നാലും നമുക്കറിയാം അപ്പുറമുള്ള സൗദി അറേബ്യ, അതുപോലെ ആ കാട്ടലാണ്, ആ ഒരു ഓർഗനൈസേഷനാണ്. അപ്പം അവരോട് പിടിച്ചു നിൽക്കണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്ഷൻസ് നടത്തേണ്ടി വരും യുഐക്ക്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നടത്തുന്നത്, അതായത് ഒരു ഫേസ് വരുന്നത് വരെ, അതായത് ആ പ്രൊഡക്ഷൻ ഫേസ് കൂടുന്നത് വരെ ഇവർക്ക് ചെറിയ തരത്തിലുള്ള ഒരു ലോസ് അല്ല, ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പിന്നീട് ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ലാഭം യുഐക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ അതും പറഞ്ഞുതരാം. അതുപോലെ ലോങ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാകുന്ന ഇതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ലാഭം എന്ത് ചെയ്യാൻ പറ്റും, യുഐക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻസ് പറയുന്നത്. ഓക്കെ, എക്സ്പേർട്സ് പറയുന്നത്. ഇനി ഇത് കാരണമായിട്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്നല്ലേ? ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യ ഓൾറെഡി ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്, അതായത് ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നത് ഒരു രാജ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് മാറ്റിയിട്ട് പല രാജ്യങ്ങളുമായിട്ട്, അതായത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് യുഐ ആയിട്ട് ഡയറക്റ്റ് ഒരു ഇത് കിട്ടുമ്പോൾ, അതായത് യുഐ മൊത്തത്തിൽ ഇൻഡിപെൻഡന്റ് ആവും. അങ്ങനെ വരുമ്പോൾ യുഐക്ക് എന്ത് ചെയ്യാം, പ്രൈസ് വേണമെങ്കിൽ കുറച്ചിട്ടൊക്കെ കൊടുക്കുക, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാം, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമുള്ളത് US, ഇവിടെ ട്രംപ് അണ്ണനാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപിന് വേണ്ടിയിട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് വ്യക്തമാവും. ഇപ്പോൾ തന്നെ ബ്രിക്സിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായത് കൺഫേംഡ് അല്ല, എന്നാൽ ഞാൻ പറയാം. ബ്രിക്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിക്സിലെ മറ്റു മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്കൽ കറൻസിയിൽ നമുക്ക് ട്രേഡ് നടത്താമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് അത് പറ്റില്ല എന്നാണ്. അതായത് ഡോളറിനെ ഒഴിവാക്കി ഈ ലോക്കൽ കറൻസിയിൽ ട്രേഡ് നടത്താം, ബ്രിക്സ് തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ അങ്ങനെ നടത്താം എന്ന് പറയുന്നത് അത് ഇന്ത്യ സമ്മതിച്ചിട്ടില്ല എന്നുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നത്. അത് കൺഫേംഡ് അല്ല. ഓക്കെ, ഞാൻ പറയുന്നത് കൺഫേംഡ് അല്ല. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, അതായത് യുഐയുമായിട്ട് ഡയറക്റ്റ് ഒരു ഇത് ചെയ്യുമ്പോൾ US-ന് പണി കിട്ടും. കാരണം US ഓൾറെഡി എല്ലാ രാജ്യങ്ങളോടും ഇപ്പോൾ പറയലാണ്, നമ്മൾക്ക് കുറെ ഓയിൽ ഉണ്ട്, ഇങ്ങ് വന്നിട്ട് വാങ്ങിച്ചോ. അങ്ങനെ വരുമ്പോൾ US-ൽ നിന്നും ഒക്കെ മാറി യുഐയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റെല്ലാ നമ്മളിപ്പോൾ ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ യുഐയിൽ നിന്നും കൂടുതലായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഈ ഒരു US-ന്റെ ഒരു പ്രശ്നം അവിടെ വരും. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഇതായി നമുക്ക് ഇന്ത്യക്ക് ബെനിഫിറ്റ് ആവുമെന്ന് കണ്ടറിയേണ്ടി വരും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയുടെ ബഡ്ജറ്റ് റവന്യൂവിൽ 80% വരുന്നത് ഓയിൽ എക്സ്പോർട്ടിലൂടെയാണ്. എന്നാൽ യുഐയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടോപ്പ് റവന്യൂ എന്ന് പറയുന്നത് ഓയിൽ എക്സ്പോർട്ട് തന്നെയാണെങ്കിലും അവർ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ടൂറിസത്തിൽ നിന്നും റവന്യൂ വരുന്നുണ്ട്, ട്രേഡ്, അങ്ങനെയുള്ള മറ്റു പല കാര്യത്തിൽ നിന്നും യുഐക്ക് റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ചെറിയ തരത്തിലുള്ള, അതായത് ഈ ഓയിൽ എക്സ്പോർട്ടിൽ ചെറിയ തരത്തിലുള്ള ഒരു കുറവ് വന്നാലും ശരി, അത് പ്രശ്നമില്ല യുഐക്ക്. കാരണം യുഐ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള റവന്യൂ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു എക്കണോമിക് ഇമ്പാക്ട് യുഐക്ക് ഉണ്ടാവില്ല. പക്ഷെ നേരെ തിരിച്ച് സൗദി അറേബ്യക്ക് ആണെങ്കിൽ ഈ ഒരു എക്സ്പോർട്ടിൽ എന്തെങ്കിലും, അതായത് ഓയിൽ എക്സ്പോർട്ടിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്ട്, എക്കണോമിക് ഇമ്പാക്ട് സൗദി അറേബ്യയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എക്കണോമിസ്റ്റുകൾ, അതായത് എക്സ്പേർട്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നൊക്കെ യുഐ ഇറങ്ങി പോകുമ്പോൾ യുഐക്ക് മാത്രമല്ല ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത്, സൗദി അറേബ്യക്ക് ഉണ്ടാവും, അതുപോലെ ഒപെക്കിലെ മറ്റു മെമ്പേഴ്സ് ഉണ്ടാവും. പക്ഷെ മറ്റു മെമ്പേഴ്സിന് ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷെ സൗദിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ ആ ഒപെക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒപെക്കിൽ നിന്ന് ആളുകൾ ഇതേപോലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒപെക്ക് പിന്നെ ഇല്ല, അത് നശിച്ചു. അതുപോലെ US-നും ഇതുപോലെ പണി കിട്ടാൻ പോകുന്നുണ്ട്. അതുപോലെ
ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക. പക്ഷെ അത് എത്രത്തോളം എന്ന് നമ്മുടെ പോളിസി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഓവറോൾ UI എന്ന ഒരു രാജ്യം ഒപെക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇമ്പാക്ട് ഉണ്ടാവുന്നത്, മൊത്തത്തിൽ ഗ്ലോബലി ഒരു ഇമ്പാക്ട് അതുകൊണ്ട് ഉണ്ടാവാം.